ഇന്നില്ലേ ഞാൻ പറയാൻ പോകുന്ന എന്തിനെ കുറിച്ചാണെന്നറിയാവോ? നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അനാവശ്യമായിട്ട് ചെലവാകുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മളറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസകൾ നഷ്ടപ്പെടണം. അറിഞ്ഞു തന്നെയാണ്, എന്നാലും നമ്മൾ അത്രയ്ക്ക് അങ്ങ് ചിന്തിക്കില്ല. എനിക്കും പറ്റാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്രയും ഓർത്തിരുന്ന് ഞാൻ പറയുന്നത്. പലപ്പോഴും നമ്മൾ ടൗണിനൊക്കെ പോയി അല്ലെങ്കിൽ കുറച്ച് കടയിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ബില്ലെടുത്ത് നോക്കുവോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളവർക്ക് ഈ പൈസ ഇതെങ്ങനെ ഇത്രയും ചിലവായേ എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. പക്ഷെ നമ്മൾ മേടിച്ച സാധനങ്ങൾ കൊണ്ടാണ്, നമുക്ക് ആവശ്യമുള്ള ആവശ്യമില്ലാത്തൊക്കെ മേടിച്ചാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയത്. പക്ഷെ നമ്മൾ ചിന്തിക്കും, ദൈവം ഇത്രയും പൈസയായോ, കയ്യിലെ പൈസ മുഴുവൻ തീർന്നു എന്നിങ്ങനെ നമ്മൾ വിചാരിക്കും ഇല്ലേ. പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലിസ്റ്റില്ലാണ്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഒത്തിരി സാധനങ്ങൾ വാങ്ങും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒത്തിരി സാധനങ്ങൾ കാണും. അതെല്ലാം നമ്മൾ ഇത്ര വിലയല്ലേ ഉള്ളൂ, 150 രൂപയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 300 രൂപയല്ലേ ഉള്ളൂ, ഇതെടുക്കാം എന്നിങ്ങനെ വിചാരിക്കും. ആ എടുക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ ഒരു പ്രത്യേകതയുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ചെല്ലുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്തായിരിക്കില്ല നാളെ ആ സാധനങ്ങൾ ഇരിക്കണേ, അവർ മാറ്റി വെച്ചേക്കും. അപ്പം നമ്മൾ ആ സാധനങ്ങൾ ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ എന്നാ പറ്റും, ഒത്തിരി സാധനങ്ങൾ നമ്മുടെ കണ്ണിൽ പെടുകയും ചെയ്യും. ഇപ്പം ഉദാഹരണമായിട്ട് മുളക് പൊടി ഒരു സ്ഥലത്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് കണ്ടത് എന്ന് വെച്ചാൽ, പിന്നെ പിറ്റേ ദിവസം നമ്മൾ മുളക് പൊടി അങ്ങ് മേടിച്ചേക്കാം എന്നോർത്തുകൊണ്ട് ഓടി ആ കടയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ആ സാധനം കാണില്ല. അപ്പം നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കും, ഇത് എവിടെയായിരിക്കണേ, മുളക് പൊടി എവിടെ ഇരിക്കണേ എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേനും നമ്മുടെ കണ്ണിൽ കുറേ സാധനങ്ങൾ പെടും. അപ്പം നമ്മൾ അതിൻ്റെ ഓരോന്നിൻ്റെയൊക്കെ വിലയെടുത്ത് നോക്കും. വിലയെടുത്ത് നോക്കി കഴിയുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, മേടിച്ചേക്കാം എന്ന് ഓർത്തുകൊണ്ട് ഒരു സാധനം മേടിക്കാൻ പോയാൽ നമ്മൾ ഒരു 5 സാധനമെങ്കിലും മേടിച്ചുകൊണ്ട് ഇറങ്ങി വരും. നമ്മുടെ കയ്യിലെ പൈസ തീരുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് പറ്റാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കി പോവുക. ഓഫറുള്ള സമയത്ത് മേടിക്കുന്ന നല്ലതാണ് എന്നോർത്തുകൊണ്ട് പഴകിയ സാധനങ്ങളൊന്നും മേടിക്കരുത്. ഓഫർ ചില സമയത്ത് 1 get 1 free എന്നൊക്കെ പറഞ്ഞ് കിടക്കുമ്പോൾ ചിലപ്പം നമുക്ക് കളി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചും കണ്ടുപിടിക്കുക. വില കുറഞ്ഞ സാധനങ്ങൾ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പം ഉദാഹരണമായിട്ട് മാങ്ങാപ്പഴത്തിന് വില കുറവുള്ള സമയത്ത് നമ്മളത് വാങ്ങുക. ഭയങ്കര തീ വിലയുള്ള ഒരു സമയം ഉണ്ടാകും ഇല്ലേ, ഒത്തിരി അവൈലബിൾ അല്ലാത്തൊരു സമയം. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ സാധനങ്ങളൊക്കെ, നാരങ്ങയൊക്കെ വില കുറവുള്ള സമയത്ത് മേടിക്കുക. അങ്ങനെ ഓരോ സമയത്തിന് അങ്ങനെയൊക്കെ നോക്കിയും കണ്ടും മേടിക്കുക. അതേപോലെ പച്ചക്കറികളാണെങ്കിൽ അങ്ങനെ തന്നെ വില കുറഞ്ഞ സാധനങ്ങൾ മേടിക്കുക. വിലയുള്ള ഒത്തിരി, ഇപ്പോൾ സവാളയ്ക്കൊക്കെ 100 രൂപയാന്ന് വെച്ചാൽ, കിലോയ്ക്ക് 100 രൂപയാണെന്ന് വെച്ചിട്ടുണ്ട്, നമ്മളതിനെ കുറയ്ക്കുക. അത് മേടിയിലങ്ങ് കുറയ്ക്കുക. അത്യാവശ്യത്തിന് മേടിക്കുക. അത് കുറേ നാളത്തേന് ഉപയോഗിക്കാൻ പാകത്തിനൊക്കെ നോക്കുക. അങ്ങനെയാണ് വേണ്ടത്. വെളിച്ചെണ്ണയാണെങ്കിലും നമ്മൾ എല്ലാം വറക്കലും പൊരിച്ചതുമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കുറേശ്ശെയാക്കുക. അതിൻ്റെ അളവ് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടീസ്പൂൺ ഒക്കെ ഒഴിച്ചാൽ മതി ഇല്ലേ. ഒത്തിരി വറക്കലൊക്കെ അങ്ങ് കുറയ്ക്കുക. ഒത്തിരി എണ്ണ ചെല്ലുമ്പം നമുക്ക് മുട്ടുവേദനയൊക്കെ ഉണ്ടാകുമെന്നും കേട്ടിട്ടുണ്ട്. നേരാണോ എന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ ആയുർവേദത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ശരീരത്തിൽ എണ്ണമയമുള്ള പലഹാരങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്നാ ഫാറ്റി ഒത്തിരി വണ്ണം വെക്കാനും പിന്നെ മുട്ടുവേദന പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള കാരണം കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പണം സേവ് ചെയ്യാൻ സാധിക്കും. ആവശ്യമുള്ളതൊക്കെ മാത്രം മേടിച്ചാൽ മതി എന്ന് അങ്ങനെ ചിന്തിക്കുക. പിന്നെ നമ്മുടെ പൈസ പോകുന്ന ഒരു സാധനമാണ് ഡ്രസ്സ്. വർഷത്തിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം നമുക്ക് മേടിക്കാം. എല്ലാ മാസവും ഡ്രസ്സ് മേടിക്കാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെ പൈസ ചോർന്നു. പിന്നെ നമുക്കൊരു കുഴപ്പമുണ്ട്, തുണിക്കട ചെല്ലുമ്പോൾ എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇടിയിക്കും. അപ്പോൾ അവർ പറയും പുതിയ ട്രെൻഡാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കാണിക്കുമ്പോൾ എന്നാൽ അത് ഒരെണ്ണം എടുത്തേക്കാം എന്ന് വെക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതിൽ നല്ലത് വേറൊരെണ്ണം കാണുമ്പോൾ അത് മേടിക്കുക. അങ്ങനെ ഒരു സാധനം മേടിക്കാൻ പോയാൽ നമ്മളൊരു 3-4 എണ്ണം മേടിച്ചുകൊണ്ട് ഇറങ്ങുള്ളൂ. അപ്പം ആ സ്വഭാവം നമ്മൾ നിർത്തുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് രൂപ സേവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടത്, എപ്പം മേടിക്കുകയാണെങ്കിൽ ബ്രാൻഡഡ് സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 3-4 വർഷം നിൽക്കും കേട്ടോ. അപ്പം അങ്ങനെ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കമ്പനി ഒരു സാധനം മേടിച്ചിടുക. അല്ലാണ്ട് ഒത്തിരി പൈസ മുടക്കി എന്നും ഇങ്ങനെ 100, 150, 200 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് അങ്ങ് കീറിപ്പോവുകയും ചെയ്യും, നമുക്കൊരു ഉപയോഗമില്ലാതാകുകയും ചെയ്യും. മറ്റേതാണെങ്കിൽ നമുക്ക് പുറത്തിടാം, നല്ല കുറേ വർഷങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ചെറിയ സാധനങ്ങൾ അല്ലെ വിലക്കുറഞ്ഞ സാധനങ്ങൾ മേടിക്കുമ്പം അതിൻ്റെ ആദ്യമേ കുത്തൊക്കെ വിട്ടുപോയി, പിന്നെ അത് തയ്ക്കാൻ നടന്ന് പിന്നെ അതിൻ്റെ പൈസ മുടക്കി എങ്ങനെ പോയാലും നമുക്ക് ഇപ്പോൾ 200 രൂപയുടെ സാധനം മേടിച്ചെങ്കിൽ അതിനൊരു 350 രൂപയെങ്കിലും ആവും. നമ്മൾ തയ്യലായി, പിന്നെ അതിൻ്റെ കളർ ഇളകിപ്പോയി, മൊത്തം ഒരു പ്രശ്നമാകും. അപ്പം നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒന്നോടെ സൂക്ഷിക്കുക. ഇച്ചിരി നല്ല സാധനം മേടിക്കുക. അത് വർഷത്തിലൊരു 2 പ്രാവശ്യമൊക്കെ ആയിട്ട് ചുരുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി വെക്കുക. എല്ലാവർക്കും ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട്
മാത്രം ഒരു കൊച്ചു ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. പിന്നെ അടുത്ത സാധനമാണ് നമ്മൾ ഈ കണ്ണിൽ കണ്ട സാധനങ്ങളെല്ലാം ഡെക്കറൻസ്, അതായത് ഈ ഫ്ലവർ വേസുകൾ, ഫ്ലവറുകൾ, അല്ലെങ്കിൽ കണ്ട മൃഗങ്ങളുടെ ഷേപ്പുകളൊക്കെ ഇല്ലേ, ആന, കുതിര, അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ യൂട്യൂബിൽ കൂടെയൊക്കെ പലരും പല ഈ സാധനം വെച്ചാൽ നല്ല, ഇത് വെച്ചാൽ നല്ല എന്ന് പറയുമ്പോൾ നമ്മളതൊക്കെ മേടിച്ചു കൂട്ടും. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിഗ്രഹങ്ങൾ, ഭഗവാന്മാരുടെ വിഗ്രഹങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി മേടിച്ചു വെക്കുന്നതൊന്നും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു 1 or 2 പോട്ടെ 5 ദൈവങ്ങളെ ആണെങ്കിലും വെച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും ദൈവങ്ങളെ ഒന്നും ഇങ്ങനെ വീടുകളിൽ കൂടെ ഇങ്ങനെ നിരത്തി അവിടെ ഇവിടെ ഒന്നും ഇട്ടാണ്ടിരിക്കുക. ചിലരുടെ അടുക്കള വരെ ദൈവങ്ങളെ വെച്ചേക്കണം, അങ്ങനെയൊന്നും വെക്കരുതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളതൊന്നും ഒത്തിരി കാശ് മുടക്കി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിച്ച് നമ്മുടെ വീടുകളിൽ കൂടെ നിരത്താതിരിക്കുക. മേടിക്കുമ്പോൾ 1 or 2 സാധനം, നല്ല സാധനങ്ങൾ മേടിക്കുക. ഈ ഒത്തിരി ഇങ്ങനെ പൂവും കായും ഒക്കെ ഉള്ളതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ നമ്മുടെ വീട് നിറച്ച് സാധനങ്ങളാവുകയും ചെയ്യും, പൊടിയും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും, നമ്മുടെ കയ്യിലെ പൈസ ഇങ്ങനെ ചോർന്നു പോവുകയും ചെയ്യും. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ മേടിക്കുക. 1 or 2 സാധനം, നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ നല്ലത് മേടിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുക. എന്നാലേ പിന്നെ നല്ല സാധനങ്ങൾ കിട്ടിയാൽ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ ഒത്തിരി ആക്രി ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ല സാധനങ്ങളൊന്നും മേടിക്കാനുള്ള വീട് നിറച്ച് സാധനങ്ങളാണെന്ന് പറയുകയും ചെയ്യും, നമുക്ക് പിന്നെ ഉപയോഗമില്ലാതാവുകയും ചെയ്യും. അതുപോലെ തന്നെയുള്ള ഒരു സാധനമാണ് ഫർണിച്ചറുകൾ. നമുക്ക് ആവശ്യത്തിനുള്ള ഫർണിച്ചർ ആണെങ്കിലേ വീടിനൊരു ഭംഗിയുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ ഫർണിച്ചറുകൾ എപ്പോഴും ഇങ്ങനെ മേടിച്ച് നിറച്ചിട്ടുണ്ട്, നടക്കാനുള്ള ഇടയുള്ള ചില വീടുകളുണ്ട്. കാരണം ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ മേടിച്ച് കൂട്ടി വയ്ക്കും. അപ്പം അതൊക്കെ നമ്മുടെ പൈസ ചോർന്നു പോകുന്ന കാര്യങ്ങളാണ്. ആ പൈസയൊക്കെ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക. ആവശ്യത്തിന് നമുക്ക് ഉപയോഗത്തിനുള്ളത്. എപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നില്ലല്ലോ, അപൂർവം പേര് മാത്രമല്ലേ, ചില വീട്ടമ്മമാർ മാത്രമേ വീട്ടിൽ ഇരിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഓർക്കുക, അതിനുള്ള സാധനങ്ങൾ മതി നമുക്ക്. ഒത്തിരി സാധനങ്ങൾ മേടിച്ചിട്ട് നിറച്ച് വെക്കുന്നേക്കാളും നല്ലതല്ലേ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ വീട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെക്കുന്നത്. അപ്പം അത് ചെയ്യുക. പിന്നെ നമുക്ക് മേടിക്കാവുന്നത്, നമ്മൾ പാത്രങ്ങൾ മേടിച്ച് കൂട്ടുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള നല്ല പാത്രങ്ങൾ, ഇപ്പം നമ്മളെ വീടുകളിലൊക്കെ വിരുന്നുകാർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ സൂക്ഷിച്ചു. അത് ജന്മകാലത്ത് ഉപയോഗിക്കില്ല, നമ്മുടെ വീട്ടിലേക്ക് ആരും വിരുന്നുകാർ വരുവോ ഇല്ല, അത് വേറൊരു കാര്യം. എനിക്കറിയാവുന്ന നമ്മുടെ അമ്മമാർ തൊട്ടിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലാരും വന്ന് ബെഡ്ഷീറ്റുകൾ സൂക്ഷിച്ചു വെക്കും, അതേപോലെ പാത്രങ്ങൾ അവർ വരുമ്പോൾ എടുക്കാനാണെന്നും പറഞ്ഞ് സൂക്ഷിച്ചു വെക്കും. അതൊന്നും ഒരു കാലത്ത് ഉപയോഗിക്കില്ല, അവരുടെ തലമുറ കഴിഞ്ഞു പോയാലും അതിങ്ങനെ ഇരിക്കണ കാണാം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ മേടിച്ച് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നല്ല പാത്രമാണെങ്കിൽ അത് വിരുന്നുകാർക്ക് കൊടുത്തു എന്ന് ഓർത്ത് എന്താ നമുക്ക് പറ്റുന്ന കുഴപ്പം? അതല്ല, കുറച്ച് പാത്രം മേടിച്ച് വെച്ചു എന്ന് വെച്ചു എന്നോർത്തുകൊണ്ട് ഒത്തിരി പാത്രങ്ങൾ ഇങ്ങനെ ഭയങ്കര പൈസ കൊടുത്ത് മേടിച്ച് വെക്കുന്ന കാര്യങ്ങളും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നമ്മുടെ കയ്യിലെ ബഡ്ജറ്റ് ചോർന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി പൈസ ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് മുടക്കാതെ ഇരിക്കുക. ആവശ്യത്തിന്, എല്ലാ ആവശ്യത്തിനും മതി. ആവശ്യത്തിൽ കൂടുതൽ നമ്മളൊന്നും മേടിച്ച് വയ്ക്കാതിരിക്കുക. ചിലരുണ്ട് കേട്ടോ, വീട്ടിൽ ലോകക്കടവും സാമ്പത്തികം എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടും അനുഭവിച്ച് മക്കളെ കെട്ടിക്കാനും ഒക്കെയുള്ള എല്ലാം ആണെങ്കിലും അവരുടെ കയ്യിലെല്ലാം ഐഫോണും അവരെ ഭയങ്കര സുഖലോലവുമാരുമായിട്ടാണ് ജീവിക്കുന്നത്. ഒരു പണിയും ചിലർക്ക് നിസ്സാര സാലറിയെ കാണുള്ളൂ, എങ്കിലും EMI ആയിട്ടും ഒക്കെ ഇതൊക്കെ വലിച്ചു വാരി കൂട്ടി വെക്കുന്നവരും ഉണ്ട്. നമ്മൾ അങ്ങനത്തെ ഒന്നും പരിപാടിക്ക് പോകാതിരിക്കുക. നമ്മൾ മറ്റുള്ളവരെ കാണിച്ചിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. നമുക്കുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള പരിപാടിക്ക് പോകുമ്പോൾ എന്തോരം പേരുണ്ടെന്നറിയാം. അത് ഇടത്തരക്കാർക്ക് അധികവും ഈ കുഴപ്പങ്ങൾ. ഇല്ലാത്ത വാഹനങ്ങൾ മേടിച്ച് കൂട്ടുക, വലിയ വില കൂടിയ വാഹനങ്ങളും ബൈക്കുകളും ഒക്കെ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് EMI ആയിട്ടൊക്കെ എടുത്ത് പിന്നെ കിടന്ന് നരകം കളിച്ച് അത് അടച്ചു കൂട്ടുന്നത്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക. നമ്മൾ ഒത്തിരി പൈസ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും മുടക്കാതിരിക്കുക. വണ്ടിയൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ടാക്സി ഓടാനൊക്കെ വിടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ വീടിനാണെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ളൊരു വീട് മതി, അതല്ല അതിന് റെൻറ്റിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ലാഭം. അങ്ങനെയൊക്കെ അതിന് ഉദ്ദേശിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ അത് കുഴപ്പമില്ല, നമുക്കൊരു വരുമാനം കിട്ടും. വരുമാനമില്ലാതെ ഇതിങ്ങനെ ഒത്തിരി ധാരാളിച്ച് കളഞ്ഞ് നമ്മൾ കഷ്ടപ്പെടുന്നത് ഒന്ന് ഓർത്ത് നോക്കി, എന്തൊരു ദുഃഖകരമായ അവസ്ഥയായിരിക്കും. പിന്നീട് കുറച്ച് നാളൊക്കെ നമുക്കൊരു സുഖമായിരിക്കും, നമ്മുടെ വീടും നമ്മുടെ വാഹനങ്ങളും ഒക്കെ. കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് സങ്കടം തരുവാണെങ്കിൽ ഇതിൽ പരം വിഷമം വേറെ എന്തോ. അതിൻ്റെ EMI അടയ്ക്കാൻ പറ്റാതെ വരികയും നമ്മൾ ബുദ്ധിമുട്ടും ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പം അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പം ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. പിന്നെ നമ്മളെ ഈ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ മേടിച്ച് ഇൻഫ്ലുവൻസർമാരായ പലരും ഇങ്ങനെ
വീഡിയോകളൊക്കെ ഇടും. ആ സാധനം ഞാൻ ഉപയോഗിച്ചു, എനിക്ക് ഭയങ്കര ഗ്ലോ കിട്ടി, അല്ലെങ്കിൽ ഞാൻ വെളുത്തതാ, നന്നായിട്ട് വെളുത്തു എന്നൊക്കെ പറഞ്ഞു. വെളുപ്പിലും കറുപ്പിലും ഒന്നും ഒരു കാര്യമില്ല, മനുഷ്യൻ്റെ മനസ്സിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമ്മളിങ്ങനെയുള്ള വില കൂടിയ ഇത് ഇങ്ങനെ ഒരാൾ പറയണ കേട്ടോണ്ട് നമുക്കിഷ്ടമുള്ള ഒരു ചാനലുകാരി പറയുന്നത് കേട്ട് നമ്മളത് മേടിച്ചു. അത് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറൊരാൾ പറയുക വേറൊരു സാധനത്തിനെ കുറിച്ച്. അപ്പം നമ്മളത് ലിപ്സ്റ്റിക്കായിട്ടും അതായിട്ടും ഫൗണ്ടേഷൻ ക്രീമായിട്ടും മോയ്സ്ചറൈസറോ എന്ത് വേണമെങ്കിലും ആട്ടെ, അതൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ട് അവരതിൻ്റെ പരസ്യത്തിൽ നിന്ന് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിത് കാണിക്കും, നമ്മളിത് മേടിച്ച് പൈസ നമ്മുടെ കയ്യിലിരിക്കണ പൈസ ചോർത്തി കളഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു സാധനം നല്ലതാണെന്ന് തോന്നിയാൽ അതിൽ ഉറച്ചു നിൽക്കുക. എല്ലാവരും പറയുന്ന കാര്യത്തിൻ്റെ പുറകെ ഓടിപ്പോകാതിരിക്കുക. ഇഷ്ടമുള്ള ഏതെങ്കിലും മേടിക്കുക. ഒത്തിരി മേക്കപ്പ് ഒന്നും നമ്മുടെ ശരീരത്തിന് കൊള്ളില്ല. ഇപ്പോൾ ഗ്ലൂട്ടാത്തയോണൊക്കെ കുത്തിവെച്ച ഒരു സിനിമാ നടി മരിച്ചുപോയി എന്നൊക്കെ കേട്ടില്ലേ? നമുക്ക് ആവശ്യമില്ലാത്തതിൻ്റെ ഒന്നും പുറകെ, സൗന്ദര്യത്തിൻ്റെ പുറകെ നമുക്ക് പ്രകൃതി അല്ലെങ്കിൽ ദൈവം ഒരു സൗന്ദര്യം തന്നിട്ടുണ്ട്. അത് എന്നാന്ന് പറയുന്നത് നന്നായിട്ട് നല്ല വെള്ളം കുടിക്കുകയും നല്ല എക്സസൈസ് ചെയ്യുകയും നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സൗന്ദര്യത്തിൽ തന്നെ നമ്മൾ എന്നും ഇരിക്കും. അതിന് നമ്മൾ പുറമെ കുറേ വാരി പൂശിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കുറേ പൈസ കളയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒന്നും പുറകെ പോയി നമ്മൾ സമയം കളയാതിരിക്കുക. ഒത്തിരി പേർക്ക് പറ്റുന്ന കുഴപ്പമാണ് ഇങ്ങനെയുള്ള എന്താ പറയണേ, ഈ കോസ്മെറ്റിക്സ് ആയ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടി എന്തെല്ലാം സൈസ്, ഒരു ഡിഷ് നിറച്ച സാധനങ്ങൾ കാണും ചിലരുടെ വീട്ടിൽ. പല സൈസ് ലിപ്സ്റ്റിക്കുകളായിട്ടും നെയിൽ പോളിഷുകളായിട്ടും എന്നാ പറയണേ, ഇങ്ങനെയൊക്കെ. അത് നമ്മളെ ചിന്തിക്കുക, നമ്മുടെ കയ്യിലെ പൈസയാണ് മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കുക. നമ്മളുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പൈസ. അപ്പം അതിനൊക്കെ ഒരു നിയന്ത്രണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് രൂപ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും ഇല്ലേ? ഒരു 150 രൂപയാണെങ്കിൽ നമുക്ക് മിച്ചം പിടിക്കാൻ സാധിച്ചാൽ അത്രയല്ലേ? അതിന് പകരം നമ്മൾ ആരോഗ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള വാരി പൂശിനേക്കാളും നല്ല നമ്മുടെ ഉള്ളിലേക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. നല്ല ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് കഴിക്കുക. അതിനൊക്കെ മുടക്കുക. അതൊക്കെ നമുക്ക് സൗന്ദര്യം തന്നെ ഉണ്ടാവും. അല്ലാതെ ധാരാളം വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക. അല്ലാണ്ട് വാരി പുട്ടി പോലെ അടിച്ച് തേച്ച് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അപ്പം അതിനൊക്കെ നമ്മളൊരു നിയന്ത്രണം ആവശ്യത്തിന് ഉപയോഗിച്ചു, അതായത് നമുക്കൊരു സംതൃപ്തിയാണ്. ആവശ്യത്തിൽ കൂടുതൽ ആകാതെ കയ്യിൽ നിന്ന് എല്ലാവരും പറയണ കേട്ടതിൻ്റെ പുറകെ ഓടാണ്ട് ഇരിക്കുക, അതാണ് വേണ്ടത്. പിന്നെ ഉള്ള കാര്യങ്ങൾ എന്നാണ്, എന്നാ പറയണേ, ഭയങ്കര ചെരുപ്പുകളുടെ ഭ്രമം. വില കൂടിയ ചെരുപ്പുകളാണ് ചിലർ ഉപയോഗിക്കുകയുള്ളൂ. മഴക്കാലത്ത് പോലും അവർ വലിയ ബ്രാൻഡഡ് സാധനങ്ങളെ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറയും. അങ്ങനെയുള്ള പൈസകളൊക്കെ കളയുന്നേക്കാളും ഒരു സമയം കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ എടുത്ത് ദൂരെ കളയുള്ളൂ ഇല്ലേ? അതല്ലാണ്ട് ജീവിതകാലം മുഴുവൻ നമുക്കത് ഉപയോഗിച്ച് നടക്കാം. കൂടി വന്നാൽ 2-3 വർഷം ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് പല സൈസ് ചെരുപ്പുകൾ മേടിച്ച് പൈസ കളയുന്നതും ഒന്ന് കുറയ്ക്കുക. ഏതെങ്കിലും 1-2 ചെരുപ്പുകൾ വാങ്ങി വയ്ക്കുക. ഒന്ന് മഴക്കാലത്തിടാനും ഒന്ന് വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാനും ഒക്കെ ആയിട്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ 3 ആയിക്കോട്ടെ. പക്ഷേ അതിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ ഒത്തിരി പൈസകൾ ചിലവാക്കാതിരിക്കുക. പിന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. നമ്മുടെ കയ്യിലെ പൈസ എടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കയ്യിൽ ഒരു 5000 രൂപ എടുത്ത് വയ്ക്കുക. ആ 5000 രൂപ എടുത്ത് നമ്മൾ ചിലവാക്കുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ദണ്ണം തോന്നും, ഉറപ്പായ കാര്യമാണ്. അത് ആ സമയത്ത് നമ്മൾ കാർഡ് സ്കൈപ്പ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്കൊരു ബുദ്ധിമുട്ട്, UPI ഒക്കെ ആയിട്ട് ഇപ്പോൾ കാർഡല്ലേ, ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു വിഷമം തോന്നില്ല. നമ്മുടെ ഉള്ളിൽ ദണ്ണം തോന്നണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എണ്ണി കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളൊരു 5000 രൂപയുടെ ചിലവ്, 5000 ഒന്നും എല്ലാ വീട്ടിലും ഒന്നും വേണ്ട, ഒരു 10-3000 രൂപയിൽ ഒതുക്കാൻ ശ്രമിക്കുക നമ്മുടെ പരമാവധി ചിലവുകൾ. അതായത് എന്നും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന സ്വഭാവം നിർത്തുക. ആഴ്ചയിൽ അങ്ങനെയുള്ള ഒരു പ്രാവശ്യമൊക്കെ ചുരുക്കുക. നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പം അങ്ങനെയുള്ള ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതേപോലെ നമ്മൾ എന്തെങ്കിലും ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാർട്ടിലിടാൻ ശ്രമിക്കുക. നമ്മൾ ഒന്നുകൂടെ ആലോചിക്കുക നമുക്ക് വേണ്ട സാധനമാണോ എന്ന്. ഒരു 3-4 ദിവസം അത് ഇങ്ങനെ കാർട്ടിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. എങ്കിൽ നമ്മളത് ഒഴിവാക്കുക. നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം, പിന്നെയും നമുക്ക് ആവശ്യമുള്ളതാണെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ വാങ്ങുക. അപ്പോഴും നമ്മുടെ കയ്യിലെ പൈസ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ കണ്ണിൽ കണ്ടതെല്ലാം നമ്മൾ ഏതെങ്കിലും യൂട്യൂബർമാരുടെ വീട്ടിലെ സാധനങ്ങൾ കണ്ടും അവരതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കും, അവർക്കതുകൊണ്ട് പൈസ കിട്ടും.
നമ്മളൊന്ന് ഓർത്ത് നോക്കി, ആ ലിങ്കിൽ കയറി നമ്മൾ ആ സാധനം ബുക്ക് ചെയ്യും. ഭംഗിയുള്ള സാധനമായിരിക്കും. ഭംഗിയുള്ള സാധനങ്ങൾ ഒന്നോ രണ്ടോ മേടിച്ചു എന്നോർത്തും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒത്തിരി സാധനങ്ങൾ മേടിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ ബഡ്ജറ്റാണ് താഴെ പോകുന്നത്, നമ്മുടെ കുടുംബമാണ് അതപ്പതിച്ചു പോകണമെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങളുടെ പുറകെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഉള്ളതിനെ മിനുക്കി പെറുക്കി സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ സമാധാനം നമ്മുടെ വീട്ടിൽ കിട്ടും. നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ സംസാരിച്ച് ഓരോ രാത്രികളും പകലുകളും കടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു സന്തോഷം കൂടില്ല. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, സമാധാനം പെട്ടെന്ന് തന്നെ നമ്മുടെ കടബാധ്യതയെല്ലാം തീർക്കാൻ നമുക്ക് സാധിക്കും. ആ പൈസയും കൂടെ നമുക്ക് സേവ് ചെയ്തെന്ന ഈ ചിലവുകളൊന്ന് ചുരുക്കി കഴിയുമ്പോൾ തന്നെ കുറച്ച് രൂപ നമ്മുടെ മിച്ചം നമ്മുടെ കയ്യിൽ വരും. അതൊരു ഇൻവെസ്റ്റ് ചെയ്യുക, അത് എവിടെയെങ്കിലും നല്ല അറിയാവുന്നവരോട് ചോദിച്ചൊക്കെ നല്ല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. കിട്ടുന്ന ഇങ്ങനെ സമ്പാദിക്കുന്ന പൈസ അത് നമ്മുടെ മക്കളുടെ ഭാവിയിലേക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഇൻഷുറൻസ് എടുക്കുക, ഹെൽത്ത് ഇൻഷുറൻസോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭീമമായിട്ടുള്ള ചികിത്സാ ചെലവിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത് പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇൻഷുറൻസ്. അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ എടുത്ത് ചെയ്യുക. അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കണ്ട് ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക. കണ്ട് ജീവിച്ചിട്ട് കുറച്ച് കാലം നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നേ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സങ്കടമായിട്ട് വരികയും ചെയ്യും. നമ്മുടെ ജീവിതം പിന്നെ നമുക്കൊരു പരാജയം എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് വരും. ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ്. കാരണം പണ്ടൊക്കെ ഇങ്ങനെ പൈസ ധാരാളിക്കുന്നതിന് ഒരു മടിയൊന്നും തോന്നിയിട്ടില്ല. എന്ത് കണ്ടാലും മേടിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം സാമ്പത്തികമായിട്ട് ഇച്ചിരി പ്രതിസന്ധി വന്നപ്പോൾ, ഇച്ചിരിയല്ല നല്ല പ്രതിസന്ധി വന്നപ്പോഴാണ് മനസ്സിലായത് ഇതും കൊണ്ടൊന്നുമല്ല ഒരു പ്രയോജനം. ജീവിക്കണമെങ്കിൽ പൈസ സമ്പാദിക്കുക തന്നെ വേണം. ആരും നമുക്ക് തരില്ല. അത് നമ്മൾ ചിന്തിക്കണം. നമ്മളോർക്കും നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ അയൽക്കാരോ നമ്മുടെ കുടുംബാംഗങ്ങളോ നമ്മുടെ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ആരും കാണില്ല. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമുക്കുണ്ടെങ്കിൽ എല്ലാവരും കാണും. അപ്പം നമുക്ക് എല്ലാവരും വേണം എന്ന് ആഗ്രഹമുള്ളവർ നമ്മൾ സൂക്ഷിക്കുക. ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരും നമ്മൾ പണം സമ്പാദിക്കുക. മുന്നോട്ട് പോയി മക്കളെ നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ളവരും പണം സമ്പാദിക്കുക. നമ്മുടെ ജീവിതം സുരക്ഷിതമായി വെക്കണമെങ്കിലും നമ്മൾ പണം സമ്പാദിക്കുക. അപ്പം ഇതാണ് വേണ്ടത്. അല്ലാതെ വേറൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് കേട്ടോ. പൈസ ഇല്ലെങ്കിൽ ഒരാൾക്കും ഒരു വിലയും കിട്ടില്ല. പൈസ ഇല്ലാത്തവനെ എപ്പോഴും ഒഴിവാക്കി നിർത്തുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ, പൈസ ഇല്ലാത്തവനെ ആരും അറിയില്ല. അറിഞ്ഞാൽ തന്നെ ഒരു എന്നാ ഉണ്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇല്ലേ എന്നും പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക. പൈസ ഇല്ലേലും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആ വീട്ടിലറിഞ്ഞാൽ മതി, പുറത്തേക്ക് അറിയിക്കാണ്ടിരിക്കുക. നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കുക. നമ്മൾ നല്ല പഴയ പോലെ തന്നെ ഡ്രസ്സൊക്കെ ധരിച്ച് പഴയ പോലെ തന്നെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് വേണ്ടത് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അനാവശ്യമായ ചിലവുകളെ നിയന്ത്രിക്കുക. ഒത്തിരി പേർക്ക് പറ്റുന്നതാണ്. ഒത്തിരി സാധനങ്ങൾ മേടിച്ചും ഒക്കെ കയ്യിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഓർക്കും ഇങ്ങനെ ചിലവാക്കി കഴിയുമ്പോൾ ഒത്തിരി ചിലവാക്കുമ്പോൾ ഭയങ്കര ഇതാന്നൊക്കെ നമ്മൾ ചിന്തിക്കും. വെറുതെ ചിലവാക്കി കഴിഞ്ഞാൽ ആ പൈസ അങ്ങ് പോയി. പിന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ കിട്ടൂ. അല്ലാണ്ട് ചുമ്മാ അങ്ങ് പൈസ എവിടുന്നെങ്കിലും കിട്ടുമോ? ഒരിടത്തുനിന്നും കിട്ടില്ല. നമ്മളെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പണിയെടുത്താൽ മാത്രമേ നമുക്ക് പിന്നെ പൈസ കിട്ടുള്ളൂ. അപ്പോൾ ആ പൈസേനെ നമ്മൾ സേവ് ചെയ്താൽ മാത്രമേ അത് ഇരട്ടിച്ച് വരുള്ളൂ. അത് രാത്രിയിലും കൂടെ നമുക്ക് വേണ്ടി പൈസ പണിയെടുക്കുന്ന അവസ്ഥയിലേക്ക് ആകണമെങ്കിൽ, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകണമെങ്കിൽ നമുക്ക് പൈസ സമ്പാദിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു റിട്ടയർമെൻറ്റ് ലൈഫും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു 40 വയസ്സ് കഴിഞ്ഞവർ തൊട്ട് സമ്പാദിക്കാൻ തുടങ്ങുക. അതിനു മുമ്പുള്ളവർ സമ്പാദിച്ചു തുടങ്ങിയ ഏറ്റവും നല്ലത്. എങ്കിലും 40 വയസ്സ് തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതാണ് വേണ്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.